സൂര്യകൃഷ്ണനും ആര്യകൃഷ്ണനും ഇനി ആശ്വസിക്കാം. കേരളത്തിൽ ഒരാൾക്ക് ഒരു പ്രശ്നമുണ്ടായാൽ ഒരു സൂപ്പർമാനെ പോലെയാണ് സുരേഷ് ഗോപി അവിടെ സഹായമായി എത്തുന്നത്, അല്ലേ? അദ്ദേഹം നേരിട്ട് എത്തിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സഹായം കിട്ടേണ്ടത് കറക്റ്റ് സമയത്ത് കിട്ടിയിരിക്കുകയും ചെയ്യും. ഇപ്പോൾ മകളുടെ കല്യാണ തിരക്കിനിടെ പോലും അദ്ദേഹം പൊതുപ്രവർത്തനത്തിൽ സജീവമാണ് എന്ന് വേണം പറയാൻ. അങ്ങനെ സൂര്യകൃഷ്ണയ്ക്കും ആര്യകൃഷ്ണയ്ക്കും സുരേഷ് ഗോപിയുടെ സഹായം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. 2018 കോങ്ങാട് നായാടിക്കുന്നിലെ സ്ഥലത്ത് കൂലിപ്പണിക്കാരനായ കൃഷ്ണൻകുട്ടി 500 ചതുരശ്രയടി വിസ്തീർണമുള്ള ഒരു വീട് വെച്ചത്. പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ 2 ലക്ഷം രൂപ കൊണ്ടാണ് ആ വീട് നിർമ്മിച്ചത്. ബാക്കി 2 ലക്ഷം രൂപ പാലക്കാട് ഭൂപണയ ബാങ്കിൽ നിന്ന് കടമെടുക്കുകയും ചെയ്തു. പിന്നീട് വീട് പണി തീരും മുമ്പേ കൃഷ്ണൻകുട്ടി അർബുദബാധയെ തുടർന്ന് മരിക്കുകയായിരുന്നു. ഹോട്ടൽ ജോലിക്ക് പോയി മക്കളെ വളർത്തിയ അമ്മ 3 വർഷം മുമ്പ് മരിച്ചതോടെ +2 വിദ്യാർത്ഥിയായ സൂര്യകൃഷ്ണയും +1 വിദ്യാർത്ഥിനിയായ ആര്യകൃഷ്ണയും അനാഥരാകുകയായിരുന്നു. ഭവന വായ്പാ ബാധ്യത അങ്ങനെ കുട്ടികളുടെ തലയിലുമായി. അകാലത്തിൽ മാതാപിതാക്കൾ മരണപ്പെട്ടതിനാൽ ബന്ധുക്കളുടെ നാട്ടുകാരുടെയും തണലിലാണ് ഇവർ ജീവിച്ചു വന്നിരുന്നത്. തലയിൽ ഇടുത്തി എന്ന പോലെ മാതാപിതാക്കളുടെ പേരിലെ ഭവന വായ്പ മുടങ്ങിയതിനാൽ പാലക്കാട് ഭൂപണയ ബാങ്കിൽ നിന്ന് തുടർച്ചയായി നോട്ടീസുകൾ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. തിരിച്ചടയ്ക്കാൻ മാർഗമില്ലാത്തതിനാൽ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുമോ എന്ന ആശങ്കയിലായിരുന്നു വിദ്യാർത്ഥികൾ. സൂര്യകൃഷ്ണയും ആര്യകൃഷ്ണയും അങ്ങനെ അയൽക്കാരുടെ സഹായത്തിലായിരുന്നു കഴിഞ്ഞു വരുന്നത്. പിഴ പലിശ ഒഴിവാക്കി തരാമെന്നും പലിശ മുതലും അടക്കണമെന്നായിരുന്നു ബാങ്കിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ +1നും +2നും പഠിക്കുന്ന ഈ കുട്ടികൾ എങ്ങനെ ഇത്രയും പണം അടയ്ക്കും? അടുത്ത ബന്ധുക്കളൊന്നും ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതിനാൽ കുട്ടികൾ കൂലിപ്പണിക്കാരായ അയൽക്കാരുടെ സംരക്ഷണയിലായിരുന്നു കഴിഞ്ഞു വന്നിരുന്നത്. പാതി വഴിയിൽ കിടന്ന വീട് പണി പൂർത്തിയാക്കിയതും കുട്ടികളുടെ സ്കൂളിന്റെയും സഹായത്തോടെയൊക്കെയാണ്. അങ്ങനെ പലിശ അടക്കം 4 ലക്ഷത്തിലധികമാണ് ബാങ്കിൽ കടം. നന്നായി പഠിക്കണം, നല്ല ജോലി വാങ്ങണം എന്നൊക്കെയാണ് ഈ കുട്ടികളുടെ ആഗ്രഹങ്ങൾ. എന്നാൽ അയൽക്കാരുടെ കരുണയിൽ കഴിയുന്ന കുട്ടികൾക്ക് ഭാവി ജീവിതം വലിയൊരു ചോദ്യചിഹ്നമായി അങ്ങനെ അവശേഷിക്കുകയുമായിരുന്നു. എന്നാൽ പാലക്കാട്ടെ ഈ കുട്ടികളുടെ നിസ്സഹായ അവസ്ഥ അറിഞ്ഞതിനെ തുടർന്ന് കുട്ടികളുടെ ദുരിതത്തിന് അറുതി വരുത്താൻ സഹായഹസ്തവുമായി നടനും BJP നേതാവുമായ സുരേഷ് ഗോപി അങ്ങനെ എത്തുകയായിരുന്നു. മാതാപിതാക്കൾ മരിച്ചുപോയ അനാഥരായ കുട്ടികൾ ഭവന വായ്പ എങ്ങനെ അടച്ചു തീർക്കുമെന്നതിന്റെ അങ്കലാപ്പിലുമായിരുന്നു. കുട്ടികളുടെ ഈ ദയനീയ അവസ്ഥയെക്കുറിച്ച് വാർത്തകളിലൂടെ അറിഞ്ഞ സുരേഷ് ഗോപിയാണ് സഹായഹസ്തം അങ്ങനെ നീട്ടുകയായിരുന്നു. കുട്ടികളുടെ ഭവന വായ്പ ഏറ്റെടുക്കുമെന്നും 2,60,000 രൂപ ബാങ്കിന് കൈമാറുമെന്നുമാണ് സുരേഷ് ഗോപി അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ സൂര്യയ്ക്കും ആര്യയ്ക്കും ഇനി വീടിന്റെ ആധാരം തിരികെ കിട്ടുകയും ചെയ്യും. എന്തായാലും ഈ കുരുന്നുകളുടെ സങ്കടത്തിന് താങ്ങാവുകയാണ് സുരേഷ് ഗോപി എന്ന് വേണം പറയാൻ. അതേപോലെ ബാങ്ക് വായ്പ നിഷേധിച്ചതിനെ തുടർന്ന് ജീവനൊടുക്കിയ കർഷകൻ KG പ്രസാദിന്റെ കുടുംബത്തിന്റെ മുഴുവൻ സാമ്പത്തിക ബാധ്യതയും സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. സുരേഷ് ഗോപിയുടെ മകളുടെ സമ്മാനമായിട്ടാണ് ആ തുക അവരെ തേടി അങ്ങനെ എത്തിയത്. നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ സുരേഷ് ഗോപി അങ്ങനെ ചെയ്യാറുണ്ട്. സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് എത്തിയതിനു ശേഷം സുരേഷ് ഗോപി തുടരെ വിവാദങ്ങളിലും ഇടം പിടിക്കുകയൊക്കെയായിരുന്നു. അടുത്തിടെ മാധ്യമപ്രവർത്തകരോട് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണം വൻ വിവാദങ്ങൾക്ക് അങ്ങനെ വഴിവെക്കുകയും ചെയ്തു. അതിനുശേഷം 2-3 ദിവസമായി വന്ന വാർത്തകളിലൊക്കെ എല്ലാം സുരേഷ് ഗോപിനെ കല്യാണം മുടക്കിയെന്ന കുപ്രചരണങ്ങളായിരുന്നു ഉയർന്നത്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതിലും ആക്ഷേപങ്ങൾ അങ്ങനെ ഏറെയായിരുന്നു. അദ്ദേഹത്തെ അറിയാത്തവരെ ആരുമില്ല, അല്ലേ? അദ്ദേഹം കല്യാണം മുടക്കി അല്ല എന്നും മറിച്ച് കല്യാണം നടത്തി കൊടുക്കുന്നയാളാണെന്നും ഒക്കെയുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട്. ഇത്തരം വിവാദങ്ങൾക്കിടയിൽ പോലും സ്വന്തം മകളുടെ കല്യാണ ദിവസത്തെ വേളയിൽ പോലും അദ്ദേഹം പൊതുപ്രവർത്തനത്തിൽ സജീവമാണ് എന്ന് വേണം പറയാൻ. മകളുടെ സംഗീത ചടങ്ങിൽ പോലും സുരേഷ് ഗോപിക്ക് പങ്കെടുക്കാനായില്ല എന്നതും ശ്രദ്ധേയമായിരുന്നു. അപ്പോൾ പോലും അദ്ദേഹം പൊതുപ്രവർത്തനത്തിലായിരുന്നു. അത്രത്തോളം പൊതുജനത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യ സ്നേഹി വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും സിനിമാ മേഖലയിൽ നിന്നടക്കം വലിയ പിന്തുണയാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത്.